ഒക്കെ സെയിം ആണ്. സോ അത് ഞാൻ വാഷ് ചെയ്ത് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതും എനിക്ക് 100% എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹ്യൂജ് മീഷോ ഡ്രസ് ഹോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതിൽ നീ ലെങ്ത്തിൽ വരുന്ന ടോപ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു കാഫ് ലെങ്ത്തിൽ വരുന്നതുണ്ട്, നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അതേപോലെ സെറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് ഡ്രസ് ഹോളാണ്. കുറച്ചധികം ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സെറ്റ് കാണിച്ചു തരാം. ഒരു കുർത്തി സെറ്റ് കാണിച്ചു തരാം. നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഈ ഒരു ഫുൾ പ്രിന്റഡ് ആയിട്ട് വരുന്ന നോർമൽ ആയിട്ട് നമുക്ക് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ്. സോ സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യാം ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഫിറ്റിംഗ് ഒക്കെ വരുന്നത്, ലെങ്ത് ഒക്കെ എങ്ങനെയാണ് വരുന്നത് മനസ്സിലാവും. സോ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ചൈനീസ് കോളർ ടൈപ്പിൽ ജസ്റ്റ് ഷോ ബട്ടൺ ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് നമുക്ക് ഇവിടെയും ജസ്റ്റ് ഇങ്ങനെ ബട്ടൺ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ഭംഗിക്ക് വെച്ചിട്ടുള്ള ബട്ടൺസ് ആണ്. സോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ ഒരു യെല്ലോ, ഒരു ബ്രൈറ്റ് യെല്ലോയില് ഇങ്ങനെ റെഡും ഒരു കാരമൽ ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റിൽ ഫ്ലവർ ഒരു പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെയിം പ്രിന്റ് കുറച്ച് കൂടുതൽ പ്രിന്റ് ആയിട്ട് നമ്മൾ പാന്റും വന്നിട്ടുണ്ട്. ഒരു പാരലൽ ഫിറ്റിംഗിൽ വരുന്ന ഒരു പാന്റും ആണ്. സോ എലാസ്റ്റിക് ഒക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റിച്ചിങ്ങും മെറ്റീരിയലും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് കാണിച്ചു തരുന്ന ആ ഒരു സെറ്റ്. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കാണിക്കുന്ന എല്ലാ ഡ്രസ്സിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം ഒരു കാഫ് ലെങ്ത്തിലൊക്കെ വരുന്ന നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. ഇതെനിക്ക് പിക്ചറിൽ കണ്ടതിലും എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായത്. കയ്യിൽ കിട്ടിയതിലും എനിക്ക് ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് കണ്ടപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സ് കേട്ടോ. ഒരു ഫുൾ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതിന്റെ നെക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു വി നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവ് വന്നിട്ട് ഈ ഒരു സ്ലീവ് ആണ്. പ്രിന്റ് നമ്മൾ ആ ഒരു നെക്കിന്റെ ആ ഒരു സെയിം ഒരു പ്രിന്റ് സ്ലീവിലും അത് വന്നിട്ടുണ്ട്. സോ പ്രിന്റൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റ്. നല്ല ഭംഗിയുണ്ട്. ഇട്ട് കാണിക്കുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും, ഫുള്ളൊരു ഐഡിയ കിട്ടും. സോ നല്ല ഭംഗിയുണ്ട്. ഒരു ഫുൾ പ്രിന്റഡ് ആയിട്ട് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആലിയ കട്ട് രീതിയിൽ പ്ലീറ്റഡ് ആയിട്ട് ബാക്കിലും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഇതിന്റെ ലെങ്ത് വന്നിട്ട് കാഫ് ലെങ്ത് ആണ്. സൈഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതെനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമായി. കണ്ടപ്പോഴും പിക്ചറിൽ കണ്ടതിനേക്കാളും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായത്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാനിങ്ങനെ മീഷോന്ന് ഇങ്ങനെ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്റെ കണ്ണിൽ പെട്ടെന്നായിരുന്നു ഈ ഒരു വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന ഈ ഒരു ഫുൾ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പ്. ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ, ഒരു സ്ട്രെയിറ്റ് കട്ടിൽ അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പ്. ഇത് ഞാൻ വിചാരിച്ചു ഇതിന്റെ പ്രൈസ് 200 സംതിങ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഞാൻ വിചാരിച്ചത് ആ ഒരു പ്രൈസിന് എന്തായാലും ആ ഒരു ടോപ്പ് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, പിക്ചറിൽ കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്റെ കയ്യിൽ കിട്ടിയപ്പം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഈ ഒരു ഡ്രസ്സ്. ആൻഡ് ഓൾസോ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു ടോപ്പ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്. സോ നല്ലൊരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ ഇതിന്റെ ഫിറ്റിങ്ങും ഇട്ട് കഴിഞ്ഞപ്പോഴും സ്റ്റൈൽ ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലും അത് ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അടിപൊളിയായിട്ട് തോന്നി. ഈ ഒരു ബ്ലാക്ക് ആണ്. നമുക്ക് പല പാൻസിന്റെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതൊക്കെയാണ്. അടിപൊളിയാണ്. ഏത് ഷെയ്ഡിൽ വരുന്ന ജീൻസിന്റെ കൂടെയും പെയർ ചെയ്യാം, ഏത് ഷോളിന്റെ കൂടെ ഇടാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളിയാണ്. വലിയ പ്രൈസും വരുന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, അതുകൊണ്ട് പറയാണ്. XXL ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. സോ എനിക്കത് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ എൻ്റെ നോർമൽ ഞാൻ എടുക്കുന്ന സൈസ് വന്നിട്ട് XL ആണ്. സോ XXL എടുത്തപ്പോഴാണ് എനിക്കിത് കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത
ഇത് ലൈക്ര മെറ്റീരിയലാണ് കേട്ടോ, ബനിയൻ ക്ലോത്ത് ടൈപ്പിലുള്ള ഒരു ലൈക്ര മെറ്റീരിയലാണ്. ബട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ലൈക്ര മെറ്റീരിയലാണ്. ഭയങ്കര നമ്മളിങ്ങനെ ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയൽ അങ്ങനെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. അപ്പം ഞാൻ അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ് ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അടിപൊളിയായിട്ട് നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കാണിച്ചു തരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്, നല്ല ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഫുൾ ഒരു വൈറ്റ് എംബ്രോയിഡറി വർക്ക്, ഒരു കംപ്ലീറ്റ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും ഞാൻ പിക്ചറിൽ കണ്ടതിലും എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്, നല്ല ക്വാളിറ്റിൻ്റെ എംബ്രോയിഡറി വർക്ക് ആണെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ്, നല്ലൊരു സോഫ്റ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ജസ്റ്റ് വി കട്ടിങ് പോലാണ് വന്നിട്ടുള്ളത് ചെറുതായിട്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് നോർമൽ 3/4 സ്ലീവ് ആണ്. സ്ലീവൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്, ഇട്ട് കഴിഞ്ഞിട്ട് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, എന്നാൽ കുറച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറച്ച് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ട് അതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ വന്നത് കൊണ്ടാണ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് വരുന്നത് കൊണ്ടാണ്, സ്ലിറ്റ് വരാതെ പ്ലീറ്റ്സ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇത്രയും ഭംഗിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഫിറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആവാനുള്ള ഒരു റീസൺ അതാണ്. ബാക്കിൽ എംബ്രോയിഡറി വർക്ക് വരുന്നില്ല, ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ടോപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ടോപ്പ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ സീത്രൂ മെറ്റീരിയൽ ആണോ എന്ന് ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. ചെറുതായിട്ട് സീത്രൂ ആണ്, ഭയങ്കര സീത്രൂ മെറ്റീരിയൽ ഒന്നല്ല, ജസ്റ്റ് ചെറുതായിട്ടൊരു സീത്രൂ മെറ്റീരിയൽ ആണ്. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ഡ്രസ്സ്. പിന്നെ നമുക്ക് ലൈറ്റ് കളേഴ്സ് എന്തായാലും ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആണല്ലോ, അതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിട്ടേ തോന്നുള്ളൂ. വലിയ സീത്രൂ മെറ്റീരിയൽ ആയിട്ടൊന്നും തോന്നുന്നില്ല. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കാം, നല്ല ക്വാളിറ്റിൻ്റെ വർത്തായിട്ട് തോന്നി. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഞാൻ അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇതേപോലുള്ള ഡ്രസ്സ് ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കുറച്ച് മുന്നത്തെ വീഡിയോസിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനുശേഷവും ഞാൻ എൻ്റെ വാർഡ്രോബ് ഫേവറേറ്റ്സിൽ ആ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഡ്രസ്സ് പോലെ തന്നെ എനിക്ക് ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തോന്നി. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം കുറച്ച് ലെങ്ത് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മോഡൽ കംപ്ലീറ്റ് കുറച്ച് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ബട്ട് ക്ലോത്ത് ഒക്കെ സെയിം ആണ്. സോ അത് ഞാൻ വാഷ് ചെയ്ത് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതും എനിക്ക് 100% എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ കളർ ഇളകുക നരയ്ക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു ജസ്റ്റ് അതിനിവിടെ ബട്ടൺസ് വരുന്നുണ്ട്, ഇതിന് ബട്ടൺസ് ഇല്ല, ജസ്റ്റ് ഒരു വി കട്ടിങ് പോലെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വന്നിട്ട് നല്ല നീറ്റിൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് വലിയ വ്യത്യാസം എന്ന് പറയാൻ ചെറുതായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ഓരോന്നിൻ്റെ രീതിയിലും നല്ല ഭംഗിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ സെയിം ആണ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നോർമൽ 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. സോ ഫുൾ സെയിം ഒരു പ്രിന്റ് ആണ്. അത് കുറച്ചൊരു നീ ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. നീ ലെങ്ത് ആണ് ഇത്, കുറച്ചുകൂടി നീല് ഇറങ്ങിയിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു ലെങ്ത് ആണ് കേട്ടോ. കുറച്ചുകൂടി നീല് ഇറങ്ങിയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത്. പിന്നെ ഇതിൻ്റെ ഒരു നെക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കോളർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെയൊക്കെ ഞാൻ സൈഡിൽ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്ക്. ഒരു കംപ്ലീറ്റ് പ്ലീറ്റഡ് അല്ല, എന്നാലും കുറച്ച് ഇതിങ്ങനെ നമുക്കിതാ ഈ ഒരു ഭാഗം സെൻറ്ററായിട്ട്, പിന്നെ ഇതിൻ്റെ സെൻറ്ററായിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഒരു സെപ്പറേറ്റഡ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നു. ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. സോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾസോ ഇതിൻ്റെ കളറും ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു വൈറ്റ് ആൻഡ് ഒരു മജന്ത ഷെയ്ഡില്ലേ, അതാണ് കേട്ടോ, അടിപൊളിയായിട്ട് തോന്നി. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. പ്രിന്റ് ഇഷ്ടമായോ നിങ്ങൾക്ക്, ആ ഒരു ലുക്ക് വൈസ് അതിൻ്റെ ഒരു ഫിറ്റിംഗ് ഒക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്യാവശ്യം വർത്ത് ആയിട്ടും തോന്നി. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 500 സംതിങ്, 500 ഏകദേശം പറയുകയാണെങ്കിൽ 500 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. എനിവേ അടിപൊളിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് ഞാൻ അടുത്തത് കാണിച്ചു തരാം.
സോ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സെറ്റാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു സെറ്റാണ്. സോ ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലെയർഡ് ആയിട്ട് വരുന്ന ഈ ഒരു ഫുൾ പ്ലെയിനിൽ ഫ്ലെയർഡ് ആയിട്ട് വരുന്ന ഈ ഒരു ടോപ്പാണ്. റൗണ്ട് നെക്കാണ്, 3/4 സ്ലീവാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഓപ്പണിംഗ് ഇല്ല, കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പ്. ഇതിന് ഒരു ഒരു പലോസ ഫിറ്റിംഗ് ആണ് കേട്ടോ. പലോസ ഫിറ്റിങ്ങിൽ വരുന്ന ഒരു പാൻറ്, എലാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ഒരു പാൻറ്. ഓക്കെ, എലാസ്റ്റിക് സ്ട്രെയിറ്റ് ആ ഒരു പലോസ ഫിറ്റിങ്ങിൽ വരുന്ന പാൻറ്. പിന്നെ ഇതിൻ്റെ ഷോള്, ഇതിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഷോള് അങ്ങനെ വലിയ ലെങ്ത്ത് വരുന്നില്ല. ആ ഒരു കാര്യത്തിലാണ് എനിക്കൊരു ഫോൾട്ട് സംഭവിച്ചത്. വലിയ ലെങ്ത്ത് ഇല്ല, വിഡ്ത്ത് ഇല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഷോള് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വലിയ വിഡ്ത്ത് ഇല്ലാതെയാണ് ഷോള് വന്നിട്ടുള്ളത്. ഫുൾ ഒരു ഫ്ലവർ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ഓക്കെ. ആ ഒരു പ്ലെയിൻ ആ ഒരു പാൻറ്, ഈ ഒരു പ്രിന്റ് ഒരു ഫ്ലവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല വർത്തായിട്ട് തോന്നി. ബട്ട് ഈ ഒരു ഷോളിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഓഫ് വൈറ്റ് സെപ്പറേറ്റ് ഷോൾ വാങ്ങാണ്, ഒരു വൈറ്റ് ഷോൾ, ഒരു പാൻറ്റിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ തന്നെ വെയർ ചെയ്യാവുന്നതാണ്. വേറെ ഏതെങ്കിലും കളേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. സോ ഈ ഒരു ഷോളിൻ്റെ ലെങ്ത്തിൽ മാത്രമാണ് വേറൊരു ഡൗട്ട് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ജൂയിക്കാറിയുന്നുണ്ട്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പം ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു അടിപൊളി ഡ്രസ്സാണ് കാണിച്ചു തരുന്നത്. കുറേ ആയി ഞാനിത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ട്. സോ ഇതൊരു ലൈക്ര മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതാണ് നമ്മളെ ഡ്രസ്സ്. ഇത് ഇത്രയും ഭാഗം ഒരു ഫുൾ ബ്ലാക്കിലും പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ഒരു പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത്. ഇതേപോലെയുള്ള പ്രിന്റിൽ വരുന്ന നമ്മൾ ടോപ്പും പാൻറ്റൊക്കെ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ ഇങ്ങനെ വി കട്ടിങ് വന്നിട്ടുണ്ട്. സോ ഇതും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ആണെങ്കിലും ചെറുതായിട്ടൊരു പഫ് സ്ലീവ് ഓഫ് ആ ഒരു കൈൻഡ് ഓഫ് സ്ലീവിൽ ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലൈക്ര മെറ്റീരിയലാണ്, ബട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഈ ഒരു ഡ്രസ്സ്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സൈസ് എടുക്കുന്ന സമയത്ത് ഇതൊരു ബോഡി ഫിറ്റിങ്ങിലാണ് നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ സൈസ് എടുക്കുന്ന സമയത്ത് ഞാൻ അധികവും അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഒരു സൈസല്ല 2 സൈസ് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുള്ളത്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ് എടുത്തിട്ടുള്ളത്. സോ എൻ്റെ നോർമൽ സൈസ് XL ആണ്. XXL എടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നിങ്ങൾ നോർമൽ സൈസ് ഒരു 2 സൈസ് കൂട്ടിയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഒരു റിലാക്സ്ഡ് ഫിറ്റിൽ വരും. ബട്ട് നിങ്ങൾക്ക് ബോഡി ഫിറ്റിംഗ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രൈ ചെയ്യാം. ബട്ട് ഞാനാണെങ്കിൽ ആ ഒരു റിലാക്സ്ഡ് ഫിറ്റിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മളെ അടുത്ത ഒരു ഇന്നർ ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു ബ്ലാക്ക് ഒരു ഇന്നർ ഇട്ട് കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. സോ എല്ലാം ഒരു വ്യത്യാസമാണ് ഭയങ്കര. അതായത് നമ്മളൊന്ന് സെറ്റ്, ഒന്ന് ഒരു വെസ്റ്റേൺ നോർമൽ കുർത്തി, ഒന്ന് കുറച്ചൊരു വെസ്റ്റേൺ, ഒന്ന് നല്ല വെസ്റ്റേൺ, അങ്ങനെ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് മീഷോന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു പാൻറ്റാണ് കേട്ടോ. ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഈ ഒരു പാൻറ്റാണ്. സോറി, ഇത് മറിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പാൻറ്റാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ബട്ട് ഇത് നമുക്കൊരു വെസ്റ്റേൺ ടോപ്പിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാനൊരു വെസ്റ്റേൺ ടൈപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് എനിക്ക് വലിയത് അടിപൊളിയായിട്ട് തോന്നിയില്ല. ബട്ട് ഒരു നോർമൽ ഒരു കുർത്തീൻ്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്, ഷോർട്ട് കുർത്തീസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ചുളിഞ്ഞെടുക്കുന്നത് ഞാനിങ്ങനെ ചുരുട്ടി വെച്ചിട്ടാണ് കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പാൻറ്റാണ്. കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കുർത്തീസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു പ്ലീറ്റഡ് ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ എൻഡിൽ. പിന്നെ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട്. കണ്ട പോക്കറ്റ് വരുന്നുണ്ട്. സോ നമുക്ക് ബാക്കിൽ എലാസ്റ്റിക്, ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്നില്ല. ജസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു റോപ്പ്, നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു റോപ്പ് വരുന്നുണ്ട്. ഓക്കെ, 2 ഭാഗത്തും ഈ ഒരു പോക്കറ്റില്ലേ ഞാൻ കാണിച്ചു തന്ന ആ ഒരു പോക്കറ്റ്, 2 ഭാഗത്തും ആ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, സൈഡിൽ നമ്മളിങ്ങനെ ക്രോസ് പോക്കറ്റിന് പകരം ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഡിസൈൻ ഒരു ഭംഗിയിൽ ഒരു പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
സോ സെയിം തന്നെ എൻഡിലേക്കും നല്ല ഭംഗിയിലാണ് ഈ ഒരു പാൻറ്റിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതിന് 400 സംതിങ് 500 താഴെയാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇങ്ങനത്തെ സിഗരറ്റ് ഫിറ്റിങ്ങിൽ വരുന്ന പാൻസ് ഒക്കെ വാങ്ങുമ്പോൾ എന്തായാലും 700 എബോവ് ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്ന പാൻസിന് കൊടുക്കേണ്ടി വരും. സോ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പാൻറ് അത്യാവശ്യം ബോത്തായിട്ട് തോന്നി. സോ നിങ്ങൾക്ക് ഇങ്ങനെ നോർമൽ കുർത്തീസിനൊക്കെ വെയർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മളെ അടുത്ത ആ ഒരു ഡ്രസ്സിൽ അടുത്തൊരു പാൻറ് വന്നിട്ട് ഇതാണ് പാൻറ്റാണ് അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് ഈ ഒരു പാൻറ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഞാൻ നൈറ്റ് സ്യൂട്ട്സ് ട്രൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാനൊരു നൈറ്റ് സ്യൂട്ട്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള. സോ അത് കണ്ടപ്പം അതെനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ഓർഡർ ചെയ്തിട്ടുണ്ട് നോർമലായിട്ട് ഡെയിലി വെയറിൽ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് ഞാൻ അടുത്ത നൈറ്റ് സ്യൂട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. സോ ഇതും കൂടി ഞാൻ നിങ്ങളെ മുന്നേ തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട് കേട്ടോ. സോ വരുന്നതിനനുസരിച്ച് ഞാൻ ഓരോ വീഡിയോസിലായിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. യെസ്, ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് അല്ല കേട്ടോ. ഇതൊരു നോക്കട്ടെ, ഭയങ്കര ഷോർട്ടും അല്ല, അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് ഈ ഒരു സ്ലീവ് വലിയ കുഴപ്പമില്ല. നോർമൽ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കംഫർട്ടബിൾ ആണ് ഈ ഒരു സ്ലീവിൽ. സോ ഇതാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് അതിലും മറ്റേതിലും കുറച്ചുകൂടി ഇഷ്ടമായി. ഞാൻ ആദ്യം വാങ്ങിച്ചതിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. അടിപൊളിയൊരു സംഭവം, നല്ല സുഖം ഉണ്ടാവും വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഞാൻ അടുത്തത് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ പാൻറ് ഇലാസ്റ്റിക് നോർമൽ നമ്മളെ ഒരു പാരലൽ ഫിറ്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു പാൻറ്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ആ ഒരു ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻറ്. കോളറൊക്കെ വന്നിട്ട് ആ ഒരു നൈറ്റ് സ്യൂട്ട് ആ ഒരു രീതിയിൽ സ്ലിറ്റ് ഉണ്ടാവും. ചെറുതായിട്ട് എൻഡിൽ ഒരു സ്ലിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്ലീവ് ആ ഒരു പൈപ്പിംഗ് ഒക്കെ വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു നൈറ്റ് സ്യൂട്ടാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കോട്ടൺ സെൽവ സെറ്റൊക്കെ വാങ്ങി വെക്കുന്നതിന് പകരം ഇങ്ങനത്തെ നൈറ്റ് സ്യൂട്ട്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെയിലി വെയറിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ലീവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനും അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്തും നിങ്ങളെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇതിൽ ഒരുപാടുണ്ട്. സെറ്റ്സ് ഉണ്ടായിരുന്നു, വെസ്റ്റേൺ ടോപ്പ് കുർത്തീസ്, അതും ഫ്ലെയേർഡ് ആയിട്ട് വരുന്നത്, അല്ലാത്ത എല്ലാ ടൈപ്പിലും വരുന്നതുണ്ട്, നൈറ്റ് സ്യൂട്ട്സ് വരെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. സോ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.